ശരത്, ഇന്നത്തെ പ്രധാന വാർത്ത 3 നുണ പറഞ്ഞ ഫ്രോഡുകളുടെ കള്ളി വെളിച്ചത്തായ കാര്യമാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ ചർച്ച ചെയ്തിരുന്ന വിഷയമാണ് ദിയ കൃഷ്ണയുടെ ഓബയോസി എന്ന സ്ഥാപനത്തിൽ നടന്ന തട്ടിപ്പുകൾ. ഈ തട്ടിപ്പുകൾ ദിയ കൃഷ്ണ ആരോപിക്കുമ്പോൾ പോലും ടാക്സ് വെട്ടിപ്പാണ്, ജാതി കാർഡ് ഇറക്കിയും സ്ത്രീ എന്ന നിലയിൽ തന്നെ അപമാനിച്ചു എന്നൊക്കെ പറഞ്ഞ 3 ജീവനക്കാർ മാധ്യമങ്ങൾക്ക് മുന്നിൽ വലിയ രീതിയിൽ സംസാരിക്കുകയും കൃഷ്ണകുമാറിനെതിരെ ബലാത്സംഗ കുറ്റം അടക്കമുള്ള രീതിയിൽ കൗണ്ടർ കേസ് കൊടുക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ നമ്മൾ എപ്പോഴും പറഞ്ഞിരുന്നതാണ്, ഇതിൻ്റെ സത്യം എന്തായാലും കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ പുറത്തു വരും എന്നുള്ളത്. അങ്ങനെ 2024 ജനുവരി മുതലുള്ള ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റുകൾ പോലീസ് പരിശോധിക്കുകയും ഈ പറഞ്ഞ 3 ജീവനക്കാരുടെയും അക്കൗണ്ടിൽ 66 ലക്ഷം രൂപയുടെ ട്രാൻസാക്ഷനാണ് നടത്തിയിട്ടുള്ളത്. അത് പോലീസിനെ വ്യക്തമായിരിക്കുന്നു. മാത്രമല്ല ശരത്ത്, ഈ 3 ജീവനക്കാരും ഇതുവരെ എവിടെയാണെന്ന് അറിയുന്നില്ല. അവരെ പോലീസ് മൊഴിയെടുക്കാൻ വിളിക്കുന്ന സമയത്ത് അവർ കഴിഞ്ഞ ദിവസം പോലീസ് എത്തിയപ്പോൾ അഡ്വക്കേറ്റിനടുത്ത് പോയിരിക്കുകയാണ്, നാളെ കാണാമെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നു. ഇന്നലെയും ജീവനക്കാരുടെ വിവരമില്ല. ഇന്നും അവരെല്ലാം ഒളിവിലാണെന്നാണ് മനസ്സിലാവുന്നത്. ഏതായാലും കൃഷ്ണകുമാർ ഉടനീളം സംസാരിച്ച ഒരു കാര്യമുണ്ട്, സത്യം എന്തായാലും ജയിക്കും, പൈസ പോയെങ്കിൽ പോകട്ടെ, പക്ഷേ എന്നെയും എൻ്റെ മക്കളെയും ഈ രീതിയിൽ വഞ്ചിച്ച ആളുകളെ ഞങ്ങൾ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും, ഞങ്ങളുടെ കയ്യിൽ തെളിവുകളുണ്ട്. ടാക്സ് വെട്ടിച്ച ഒരു സ്ഥാപനമാണ് ഒബയോസി എങ്കിൽ അത് നിയമത്തിന് മുന്നിൽ കൊണ്ട് ഞങ്ങൾ ടാക്സ് അടച്ചതിന് ഉൾപ്പെടെയുള്ള വിശദ രേഖകളുമായിരിക്കും ഞങ്ങൾ കോടതിയിലേക്ക് പോകുക എന്ന് ഉറച്ച ആത്മവിശ്വാസം തുടക്കം മുതലേ ഉണ്ട്. ദിയ കൃഷ്ണയ്ക്കുണ്ട്. അവർ ഗർഭിണിയാണ്, അവരുടെ 3rd ട്രൈമസ്റ്ററിലാണ് അവരിപ്പോൾ ഉള്ളത്. അവരൊക്കെ പറഞ്ഞിരുന്നത് എത്രത്തോളം ഒരു മാനസിക പരിമുറുക്കത്തിലൂടെയാണ് കുടുംബം കടന്നത്. എന്തായാലും കുറച്ച് റിലാക്സ്ഡ് ആയെന്നാണ് അവരുടെ സ്റ്റാറ്റസുകളിൽ നിന്നും ഒക്കെ ഞാൻ മനസ്സിലാക്കുന്നത്. ശരത്, അങ്ങനെ നമ്മൾ ആദ്യം മുതലേ പറഞ്ഞതാണ്, ഇതിൽ ജാതി കാർഡ് ഇറക്കിയിട്ടുണ്ടോ, അതിന് പുറകിൽ ഒരു കള്ളമുണ്ട് എന്നുള്ളത്. ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം, നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം, നമ്മൾ തിരിച്ചറിഞ്ഞ ഒരു കാര്യം, ഒരു തെറ്റ് തെളിഞ്ഞു, അതായത് ഒരു എന്താ പറയുക, കള്ളി വിളിച്ച് അല്ലെങ്കിൽ നമ്മൾ അതിനകത്തൊരു നിരപരാധിയാണ്, യഥാർത്ഥ പ്രതികൾ പുറത്താണ്, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഇതിൻ്റെ കാരണക്കാരെല്ലാം സുലഭമായി ജീവിക്കുന്നു, അല്ലെങ്കിൽ ഒരു പ്രശ്നവുമില്ലാണ്ട് പോകുന്നു എന്ന് ആലോചിക്കുമ്പോൾ നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യം. ഇപ്പോൾ ഈ വിഷയം വന്നിട്ട് ഏതാണ്ട് ഒരാഴ്ച ആകാറായി. എന്നിട്ട് പോലും ഏറ്റവും കൂടുതൽ ഇതിൻ്റെ ദുരിതം അനുഭവിക്കുന്നത് പണം പോയ, മാനഹാനി സംഭവിച്ച ആ കൃഷ്ണകുമാറിൻ്റെ കുടുംബമാണ്. ഇപ്പോൾ അന്ന് ഓരോരുത്തരെ നോക്കുക, എല്ലാവരും അതിനകത്ത് ഇൻവോൾവ് ആവേണ്ടി വന്നു. അവർ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഒരു വലിയ ഫാമിലിയാണ്. അവർ തന്നെ ഇത്തരത്തിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ ആലോചിച്ച് നോക്കുക, ഒരു ഗർഭിണിയുടെ അവസ്ഥ, ഒരു സ്ത്രീ എന്നൊക്കെ ഉപരിക്കാൻ പറയുന്നത് ഗർഭിണിയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. പണം നഷ്ടപ്പെട്ടു, മാത്രമല്ല ഇത്രയും വലിയ ആരോപണങ്ങൾ നേടുന്നു, എത്ര ഡിപ്രഷനിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത്. അപ്പോൾ തൻ്റെ കൈകൊണ്ട് പറ്റിയൊരു തെറ്റെന്നുള്ള രീതി കൂടിയായിരിക്കും ആ ആൾക്കുണ്ടാവുന്നത്. അപ്പോൾ കുടുംബം എല്ലാം പറഞ്ഞൊരു കാര്യമുണ്ട് അതിനകത്ത്. അപ്പോൾ പ്രത്യേകിച്ച് സിന്ധു കൃഷ്ണകുമാർ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം, പണം പോയത് ഒരു വലിയ യൂണിവേഴ്സിറ്റിയിൽ ചെലവാക്കിയതെന്നേ ഞാൻ കരുതുകയുള്ളൂ. അതിൽ നിന്ന് ഒരു പാഠം ദിയ പഠിച്ചു. ദിയയിൽ കോൺഫിഡൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ബിസിനസ്സുകളോ ഇനി മുന്നോട്ട് ഇനിയും പോകാൻ പറ്റും. ഇപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ കൂടി ഇവിടെ പഠിക്കേണ്ടതുണ്ട്. അതങ്ങനെയാണ്. പക്ഷെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവർ ഇങ്ങനെ ഇപ്പോഴും ഇപ്പോൾ ഇത്തരത്തിൽ മറങ്ങി നിൽക്കുന്നെങ്കിൽ പോലും ഇവിടെ നമ്മുടെ സിസ്റ്റത്തിനെ ആലോചിച്ചാണ് എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയുള്ളത്. ഇപ്പോൾ ബാങ്കിലെ തെളിവ്, അതായത് SBI വലിയതുറ ബ്രാഞ്ചിൽ നിന്ന് 66 ലക്ഷം രൂപയുടെ ഇടപാടുണ്ടായി, കൃത്യമായ തെളിവുകളുണ്ടോ? വേണമെങ്കിൽ പോലീസിന് ഇതിനൊക്കെ നേരത്തെ തന്നെ ഇതൊക്കെ എത്രയും വൈകിപ്പിക്കാതെ തന്നെ ഇതൊക്കെ നടപടിയെടുക്കുന്നത്. ഒന്ന് ആലോചിച്ചോ, കേരള പോലീസ് അത്രയും എഫിഷ്യൻ്റ് ആയിട്ടൊരു പോലീസ്. നമുക്ക് വേണമെങ്കിൽ ഒരു കൗണ്ടർ കേസ് ഉണ്ടെന്ന് കരുതിയിട്ട് അവരെ അങ്ങനെ ഒരു നിരപരാധികളായിട്ടൊരു ചാപ്പ കുട്ടി അവിടെ മാറ്റി നിർത്തിയിട്ട് കൃഷ്ണകുമാറിനെ വേട്ടയാടുന്ന രീതിയല്ല നടത്തേണ്ടത്. അവിടെ അവരെക്കുറിച്ച് അന്വേഷണം, കൃഷ്ണകുമാറിന്റെ പരാതി, ആദ്യം കൊടുത്ത പരാതി, അതിനകത്ത് നമ്മൾ നേരത്തെ ലിംഗവിവേചനം ഒന്നും കാണിക്കാതെ കൃത്യമായിട്ട് നോക്കേണ്ടതുണ്ടായിരുന്നു. എന്നാൽ ഈ പ്രശ്നം വരില്ലായിരുന്നു. ഫോൺ റെക്കോർഡുകൾ നോക്കായിരുന്നു. അവർ പറഞ്ഞല്ലോ, അവർ ഫോൺ റെക്കോർഡുകൾ നോക്കായിരുന്നു. ഇതെല്ലാം തന്നെ അവർ നടത്തുന്നത് അഭിഭാഷകന്റെ ഉപദേശങ്ങളിലൂടെ തന്നെയായിരിക്കും. അല്ലാണ്ട് ഈ ഒരു സെൻസ് ഒന്നും കാണണമെന്നില്ല. അവർ ഒന്ന് ആലോചിക്കുക, അതിവിദഗ്ധമായിട്ടാണ് ഇത്രയും ലക്ഷക്കണക്കിന്, ഏതാണ്ട് 1/2 കോടിക്ക് മേളിൽ രൂപ. ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ 25 വയസ്സിൽ താഴെയുള്ള 3 പേരാണ്. അവരെ ഇപ്പോഴും നമ്മൾ ഇതിനകത്ത് ഒരു എന്താ പറയാനാണ്, ഇവിടെ അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന, അതുപോലെ തന്നെ ശാശ്വതമായ നടപടി എടുത്തില്ലെങ്കിൽ അവർ ഇനിയും അത് ആവർത്തിക്കും. അപ്പോൾ അതിനു കൂടിയാണ് നമ്മൾ വേണ്ടത്. അവിടെ ഒരിക്കലും നമ്മൾ പ്രത്യേകിച്ചൊരു സ്ത്രീപക്ഷ കാർഡോ ജാതി കാർഡോ ഒന്നും ഇറക്കിയിട്ട് കാര്യം. നമ്മൾ അതിനകത്ത് കേരള സമൂഹത്തിന് ഏതാണ്ട് 99% പേർക്ക് മനസ്സിലായ കാര്യമാണ്, കൃഷ്ണകുമാറിനൊപ്പവുമായിരിക്കും ഇതിനകത്ത്. എന്നിട്ടും നമ്മുടെ നിയമവ്യവസ്ഥകളെ പേടിക്കുകയാണ്, നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥരെ സംശയിക്കുകയാണ്. നമ്മളെ ഭരണകൂടം ഇപ്പോൾ കൃഷ്ണകുമാറിന് മുഖ്യമന്ത്രിക്ക് അടക്കം പരാതി കൊടുക്കേണ്ടി വന്നു. ഇത് സ്വതന്ത്രമായിട്ട് പോലീസിനെ തന്നെ, കേരള പോലീസിനെ കണ്ടെത്തുള്ള ബേസിക് ഒരു ഇതാണ്. ഇതിനകത്താണ് വെറുതെ ഇത്രയും രാഷ്ട്രീയ നേതാവ്, ഒരു പാർട്ടിയുടെ രാഷ്ട്രീയ നേതാവിനെ പോലും ഇവിടെ രക്ഷയില്ലെങ്കിൽ സാധാരണക്കാരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അത് മാത്രമല്ല ശരത്തിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം,
ഒരു സാധാരണക്കാരായ 3 പേരുടെ അക്കൗണ്ടിലേക്ക് ഇത്രയും അധികം തുക വരുമ്പോൾ ബാങ്ക് സംവിധാനങ്ങൾ ഒരാളുടെ പ്രൈവസി പോളിസികൾക്കപ്പുറമായി 1/2 കോടിയിലധികം രൂപയുടെ ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ അത് കണ്ടെത്താനുള്ളൊരു സിസ്റ്റം ഈ നാട്ടിലില്ലേ എന്നാണ് എൻ്റെ ചോദ്യം. അതെ. ഇപ്പം ഞാനൊരു മന്ത്ലി എനിക്ക് സാലറി വരുന്നതിനേക്കാൾ കൂടുതൽ അപ്രതീക്ഷിതമായി എൻ്റെ അക്കൗണ്ടിലേക്ക് മാസങ്ങൾ തുകകൾ വന്നുകൊണ്ടേ ഇരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ഇവിടുത്തെ സിസ്റ്റം അറിയുന്നില്ലേ സോഴ്സ് അവിടെ ഒന്ന് ചിന്തിക്കണം. സോഴ്സ് എഴുതി ചിന്തിക്കാനോ ആ സിസ്റ്റം ഇവിടെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ പലയിടങ്ങളിലും ഇപ്പോൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ പല അന്വേഷണ ഏജൻസികളുമൊക്കെ ആളുകളെ പിടിക്കുന്നതൊക്കെ പല ഘട്ടങ്ങളിലും ഇങ്ങനെ അനധികൃതമായി പണം അക്കൗണ്ടുകളിലേക്ക് വന്നു എന്നതിൻ്റെ പുറത്താണ്. നമ്മുടെ ഇൻകമിൻ്റെ സോഴ്സ് അത് സാധാരണക്കാരായ ഒരു 3 സ്ത്രീകൾ അവർ സെയിൽസ് ഗേൾസ് ആയിട്ട് മാത്രം വർക്ക് ചെയ്യുന്നവർ അക്കൗണ്ടിലേക്ക് ട്രാൻസാക്ഷൻസ് ഇത്ര വരുന്നത് എങ്ങനെയാണ്? ഇപ്പൊ നമ്മുടെ നാട്ടിൽ കുഴൽപ്പണം അല്ലെങ്കിൽ മയക്കുമരുന്ന് ലോബി ഇങ്ങനെയുള്ള ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഇത്ര സുഖകരമായി വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഇപ്പം വ്യക്തമാണ്. അവരുടെയൊക്കെ അക്കൗണ്ടുകളിലേക്ക് ഇപ്പോൾ കർണാടകയിൽ ഒരു നടി അടുത്തിടെ പിടിക്കപ്പെടുന്നു. അവരുടെ അക്കൗണ്ടിലേക്ക് കോടിക്കണക്കിന് രൂപ വിദേശത്തു നിന്ന് വരുന്നതാണ് പ്രധാനമായിട്ട് അവരെ പിടിക്കാനുണ്ടാവുന്ന സാഹചര്യം. അപ്പോൾ നമ്മുടെ സിസ്റ്റം ഇതിനൊന്നും സ്ക്രൂട്ടിനി നടത്തുന്നില്ലേ എന്നാണ് എൻ്റെ ഒരു ആശങ്ക. വെറും 15,000 രൂപ ശമ്പളം വാങ്ങുന്ന 3 പേര്, 15,000 20,000 രൂപയിൽ താഴെ ശമ്പളം വാങ്ങുന്ന 3 പേർക്കിടയിൽ അതെങ്ങനെയാണ് ഈ ഒരു 66 ലക്ഷം രൂപ വന്നത്? അത് ഞെട്ടിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. മാത്രമല്ല നമ്മുടെ പോലും ഇപ്പോൾ ഏതാണ്ട് എനിക്ക് തോന്നുന്നു 35,000 50,000 ആണെങ്കിൽ അതിനകത്ത് ടാക്സും മറ്റു കാര്യങ്ങളും ഉണ്ട്. അതിന്റെ സോഴ്സ് കാണിക്കണം, നമ്മൾ പാൻ കാർഡ്, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഇവിടെ വ്യവസ്ഥിതികളൊക്കെ ഉണ്ട്. പക്ഷെ അതിനെയും മറികടന്ന് ഇവർക്ക് എങ്ങനെ വന്നു, എന്തുകൊണ്ട് അതിനെക്കുറിച്ച് പോലീസ് അന്വേഷിക്കുന്നില്ല? ഇതിനകത്ത് RBI അടക്കം ഇടപെടേണ്ട ഒരു വിഷയം കൂടിയായിരുന്നു. പക്ഷെ നമുക്കിവിടെ എന്തും സുലഭമായിട്ട് നടത്താം. ബാങ്കുകാർ എന്തുകൊണ്ട് അത് കൃത്യമായിട്ട് അത് അറിയിക്കേണ്ട ആവശ്യമില്ല? അങ്ങനെ കുറെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് പുകമറകളൊക്കെ ഉണ്ട്. പക്ഷെ ഇതിനിടയിൽ തന്നെ ഇവർക്ക് എന്തായാലും ഇതൊറ്റയ്ക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കില്ല. നമ്മൾ അന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഇതൊരു വലിയ ലോബി തന്നെ ഇതിന്റെ പിറകിൽ കാണുന്നു. ഒരു പക്ഷേ ഒരു അഭിഭാഷകരടക്കം അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേര് ഇതിന്റെ പിന്നിലുണ്ടെന്ന് എന്തായാലും വ്യക്തമാണ്. അപ്പോൾ അവരെ നിയമോപദേശം മണ്ടത്തരായി പോയെന്നാണ് യാഥാർത്ഥ്യം. അതെ, നിയമോപദേശം മണ്ടത്തരമെന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മളെ മുമ്പിൽ അത് ചിലപ്പോൾ ഒരു പക്ഷേ നാണക്കേടാണ്. അവർക്ക് അപമാനവും നാണക്കേടും ഒന്നും ഒരു വിഷയമല്ല അവരെ സംബന്ധിച്ചിടത്തോളം. ഒന്ന് ആലോചിച്ച് നോക്കുക, അവർക്ക് ഇപ്പോഴും പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്ന അവസ്ഥ എന്താണ്? അതാണ് നിയമം. അതുകൊണ്ട് നമുക്ക് മണ്ടത്തരമൊന്നും എനിക്ക് ഇതൊക്കെ കോടതിയിൽ സ്ഥാപിച്ചെടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ വലിയ കടമ്പകൾ ഇനി ദിയൊക്കെ കടക്കേണ്ടിയിരിക്കുന്നു. തെളിവുകൾക്കൊന്നും പ്രാഥമികമായി കോടതി ഒരു മുൻഗണന കൊടുക്കാറില്ല ഇപ്പോഴും. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ വരുന്ന സമയത്ത് ഇത് എങ്ങനെ പ്രൂവ് ചെയ്തെടുക്കും? കോടതി വ്യവഹാരങ്ങളിലേക്ക് വരുമ്പോൾ ഇതിന് ഒരുപാട് ഡിലേ ആയി വർഷങ്ങൾ നീളുന്ന ഒരു കേസാണിത്. നമുക്കിപ്പോൾ ഇത് ട്രെൻഡിങ് ന്യൂസ് ആയിരിക്കും. പക്ഷെ എന്തായാലും ഈ 66 ലക്ഷം രൂപ റിട്രീവ് ചെയ്യാന്ന് പറയുന്നതൊന്നും അത്ര പോസിബിൾ അല്ല. പണം പോയത് തന്നെയാണെന്നാണ് മനസ്സിലായത്. വിശ്വാസം നശിക്കപ്പെട്ടുവിന്റെ ഒരു ഉത്തമ ഉദാഹരണം കൂടിയായിരുന്നു. അതായത് ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിന്ധു കൃഷ്ണകുമാറിനെ പോലെ. അപ്പൊ അതിനകത്ത് സിന്ധുവിന് ഇക്കാര്യത്തെ കുറിച്ച് വ്യക്തമായിട്ട് അറിയായിരുന്നു. അതായത് സൂചന കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഇഷാനിയ, അതായത് ഈ കുട്ടിയുടെ സഹോദരി ഇഷാനിയുടെ കൂട്ടുകാരി ഇതുപോലെ ഷോപ്പിൽ വരികയും അന്ന് ഇതുപോലെ പേയ്മെന്റ് നടത്താൻ ഒരു വസ്തു വാങ്ങിച്ചതിന് ശേഷം പേയ്മെന്റ് നടത്താൻ വേണ്ടി നോക്കിയപ്പോൾ വേറെ QR കോഡ് കൊടുക്കുന്നു, അതുവഴി ചെയ്യാൻ പറയുന്നു. അങ്ങനെ ചെയ്ത് അതിന്റെ സംശയം അന്ന് പറയുന്നുണ്ടായിരുന്നു. മാത്രമല്ല ഇവിടുത്തെ ആഭരണങ്ങളെ കുറിച്ച് എന്തെന്ന് ചോദിച്ചപ്പോൾ ഇവിടുത്തെ ആഭരണങ്ങളെല്ലാം കച്ചറയാണെന്ന് സെയിൽസ് ഗേൾസിൽ ഒരാൾ പറയുന്നു. ഇത് കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞിട്ട് പിടിക്കപ്പെട്ടതിന് ശേഷം വന്ന് ചോദിക്കുമ്പോഴത്തേക്കും ദിയെ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് പണം എടുക്കുന്നു പറഞ്ഞാൽ ഇതിലൊക്കെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട. കാരണം അവർക്ക് എന്താണ് ഇതിനകത്ത് ലക്ഷ്യം വെക്കുന്നത്? അവർക്ക് ഒരു പേഴ്സണൽ വെഞ്ചൻസിന്റെ പേരിൽ എങ്ങനെ പണം അപഹരിക്കുക, അല്ലെങ്കിൽ ഇതുപോലെ കച്ചവടം മാറ്റുക, ഈ QR കോഡ് മാറ്റി സ്ഥാപിക്കുക, അതുപോലെ അതൊന്നും ഒരിക്കലും നിയമപരമായിട്ടുള്ള കാര്യം. ഇതാണ് വിശ്വാസവഞ്ചനയുടെ ഒരു വിഷയം കൂടിയാണ് ഇതിനകത്ത്. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഇത് നിയമപരമായി നേരിടുന്നതിനേക്കാൾ അപ്പുറം ഈ മാനസികമായിട്ട് എത്രത്തോളം അവരെ തളർത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനെ ഏതൊക്കെ രീതിയിൽ അവരെ ബാധിച്ചിട്ടുണ്ടെന്ന് നോക്കുക. കൃഷ്ണകുമാർ വാർത്താമാധ്യമങ്ങൾ കൊടുത്ത ഒരു ബൈറ്റിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. ഞങ്ങൾക്ക് പണം പോകുന്നെങ്കിൽ പോട്ടെ, പക്ഷെ ഞങ്ങൾ ഇതിലെ നിയമപരമായ വശങ്ങളിൽ മുന്നോട്ട് പോകും. കാരണം ഇതുവരെ നാടിന് തന്നെ ആപത്താണ്. ഒരു സാധാരണ സ്ഥാപനത്തിൽ ഒരു 10-30 വയസ്സിന് താഴെയുള്ളൊരു സ്ത്രീ അവർ ലോൺ എടുത്ത് തുടങ്ങിയ ഒരു സ്ഥാപനത്തിൽ ഇത്രയും വലിയൊരു തിരിമറികൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അവരെ പൊതുസമൂഹത്തിന് മുന്നിൽ ക്രിമിനലുകളെ കൊണ്ടുവരേണ്ട ഞങ്ങളുടെ അടിയന്തര ആവശ്യമാണ്. കാര്യം ഇത് രാജ്യത്തിന് തന്നെ ഭീഷണിയാണ്, സമൂഹത്തിന്റെ ഭീഷണിയാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് പറയുന്നത്. മാത്രമല്ല എനിക്കിതിനകത്ത് ഏറ്റവും അധികം സന്തോഷമുള്ളൊരു കാര്യം, അവർ ഉറച്ച നിലപാടുമായിട്ടായിരുന്നു ആദ്യഘട്ടം മുതൽ തന്നെ ഞങ്ങൾ ഇതിൽ ജയിക്കും, ഞങ്ങളുടെ ഭാഗത്ത് ശരിയുണ്ട് എന്ന് പറയുന്ന കൃഷ്ണകുമാറിൻ്റെ 4 പെൺമക്കളും ഭാര്യ സിന്ധു കൃഷ്ണകുമാറും അടങ്ങുന്ന ആ കുടുംബം വളരെ ധൈര്യത്തോടു കൂടിയാണ് ഇതിൽ മുന്നിലുണ്ടായിരുന്നത്. മാത്രമല്ല ഇപ്പോൾ ഞാൻ കാണുന്നത് ഇവരുടെ കവടിയാർ ഭാഗത്തുള്ള ഇവരുടെ സ്ഥാപനത്തിൽ തിങ്കൾ മുതൽ ശനി വരെ ഇവർ ഇപ്പോൾ ഷോപ്പ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അച്ഛനും അമ്മയും എല്ലാവരും ഷോപ്പിൽ പോയി നിന്ന് കച്ചവടം നടത്തി
അത് രക്ഷിച്ചെടുക്കുന്ന ഓസിക്ക്, അതായത് ദിയ കൃഷ്ണയ്ക്ക് പൂർണ്ണമായി സപ്പോർട്ട് കൊടുക്കുന്ന ഒരു ഫാമിലിയുടെ ഒരു സുഖകരമായ ഒരു കാഴ്ച കൂടി നമുക്ക് ഇന്ന് കാണാൻ അത് സാധിക്കും. കഴിഞ്ഞ ദിവസം ഓസിയുടെ ഒരു പോസ്റ്റിലും കണ്ടതായിരുന്നു. ഇത്രയും കാലം ചലഞ്ച്, അതായത് വലിയ പ്രത്യാഘാതങ്ങളിൽ നിറയുന്നതായിരുന്നു, പക്ഷേ സത്യം ജയിക്കുന്നുള്ള രീതിയിലാണ് അത് പറയുന്നത്. എന്തായാലും അത് നല്ലൊരു കോൺഫിഡൻസ്. കാരണം നമ്മൾ അതാണ് പഠിക്കേണ്ട ഒരു കാര്യം. കൃഷ്ണകുമാറും ഫാമിലിയും വെച്ച് നമ്മൾ പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എത്ര ഉണ്ടായാലും, ധനനഷ്ടമായാലും അത് മാനഹാനി ആയാലും എങ്ങനെ അത് ഹാൻഡിൽ ചെയ്യണം. അപ്പോൾ നമുക്ക് വീണടുത്ത് തന്നെ വീണ്ടും തുടങ്ങാം എന്നുള്ളൊരു മെസ്സേജ് അത് വലിയ രീതിയിൽ പ്രചോദനം തന്നെയാണ്. മുഴുവൻ അവർക്കൊപ്പം നിൽക്കുന്ന ഒരു സാഹചര്യം.